എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ നോക്കാൻ പോകുന്നത് 2024-25 ഫിസിക്സിന്റെ ആനുവൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ അതിന്റെ ആൻസേഴ്സ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നോക്കോട്ടോ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 1 മാർക്കാണ് കേട്ടോ. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡസ് സൗണ്ട് ട്രാവൽസ് വിത്ത് മോർ സ്പീഡ്? ഇതിൽ കുറച്ച് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് സൗണ്ട് കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്ന മീഡിയം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ക്വസ്റ്റ്യൻ മനസ്സിലായല്ലോ. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ ശബ്ദവേഗം കൂടുതലുള്ളത് ഏതിനാണെന്ന് ചോദിച്ചിട്ടുണ്ട്. പ്യുവർ വാട്ടർ, ഹീലിയം, സീ വാട്ടർ, കോപ്പർ. ഇതിന് ഏതിനാണ് കൂടുതൽ സൗണ്ട് ട്രാവൽ ചെയ്യുന്നത്, കൂടുതൽ സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്? കോപ്പറിലാണ് കേട്ടോ. കോപ്പറിൽ കൂടിയാണ് സൗണ്ട് സ്പീഡിൽ ട്രാവൽ ചെയ്യുന്നത്. യൂസിങ് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് വേർഡ് പെയർ കംപ്ലീറ്റ് ദ സെക്കൻഡ്. വേർഡ് പെയർ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റെസിസ്റ്റൻസ് ഇവിടെ തന്നിട്ടുണ്ട്, ഓം ആണ്. അപ്പം ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? EMF കേട്ടോ. അപ്പം EMFന്റെ യൂണിറ്റ് ഇല്ലേ, റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പം EMFന്റെ യൂണിറ്റ് ഏതാണ് വരുന്നത്? വോൾട്ട് ആണ് വരുന്നത് കേട്ടോ. EMFന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഓൺ എർത്ത്? അതായത് ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഗ്രീൻ പ്ലാന്റ്സ്, പെട്രോളിയം, ഇലക്ട്രിസിറ്റി, ദ സൺ. ഏതാണ്? സൺ ആണ് അല്ലേ, സൂര്യനാണ് ഭൂമിയിലെ ഊർജത്തിന്റെ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഫോഴ്സസ് ഓഫ് 5 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ ആൻഡ് 15 ന്യൂട്ടൺ ആർ ആക്ടിങ് ഓൺ എ ബോഡി. വാട്ട് ഈസ് ദ റിസൾട്ടന്റ് ഫോഴ്സ് ഇഫ് ദ ഫോഴ്സസ് ആക്ടിങ് ഓൺ ദ ബോഡി ആർ ബാലൻസ്ഡ്? എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു വസ്തുവിൽ 5 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ, 15 ന്യൂട്ടൺ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്, ബലം പ്രയോഗിക്കുന്നുണ്ട്. അപ്പൊ ഈ വസ്തുവിൽ അനുഭവപ്പെടുന്ന ബലങ്ങൾ സന്തുലിതമാണെങ്കിൽ പരന്ന ബലം എത്രയാണ് ആയിരിക്കും എന്നാണ് ചോദിക്കുന്നത്. സന്തുലിതമാവുക, ബാലൻസ്ഡ് ആവുക. അപ്പൊ പരന്ന ഫലം എത്രയായിരിക്കും? അപ്പം ഇവിടെ അനുഭവപ്പെടുന്ന എല്ലാ ബലങ്ങളും സന്തുലനം അല്ലെങ്കിൽ ബാലൻസ്ഡ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ടന്റ് ഫോഴ്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. റിസൾട്ടന്റ് ഫോഴ്സ് എത്രയാണ്? 0 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻകറക്റ്റ് അബൌട്ട് ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി വർക്ക്? വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത് ഫിസിക്കൽ ക്വാണ്ടിറ്റി ആയിട്ട് ബന്ധപ്പെട്ട് ശരിയല്ലാത്ത ഏതെന്നാണ് ചോദിച്ചിരുന്നത്. വർക്ക് എന്ന് പറഞ്ഞാൽ സ്കെയിലാർ ക്വാണ്ടിറ്റി അല്ലേ, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണല്ലോ വർക്ക്, സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ്. വർക്ക് ഈസ് ഓൾവേസ് പോസിറ്റീവ്. വർക്ക് എല്ലായ്പ്പോഴും പോസിറ്റീവ് ആവോ? ഇല്ല. അപ്പൊ അത് റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് ജൂൾ. വർക്കിന്റെ SI യൂണിറ്റ് ജൂൾ ആണ്. പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സ് ആൻഡ് ഡിസ്പ്ലേസ്മെന്റ്. വർക്ക് എന്ന് പറഞ്ഞാൽ പ്രൊഡക്റ്റ് ഓഫ് ഫോഴ്സും ഡിസ്പ്ലേസ്മെന്റും ആണ്. അപ്പം അത് കറക്റ്റ് ആണ്. അപ്പം റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഏതാണ്? B ആണ് കേട്ടോ. ഓൾവേസ് പോസിറ്റീവ് എന്ന് പറഞ്ഞിരിക്കുന്ന റോങ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. വർക്ക് 0 വരാം, നെഗറ്റീവ് വരാം, അതുപോലെ തന്നെ പോസിറ്റീവും വരാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ 2 മാർക്കിന്റെയാണ് കേട്ടോ. റൈറ്റ് ഡൗൺ എനി 2 ചലഞ്ചസ് ഫേസ്ഡ് ബൈ ഹിയറിംഗ് ഇംപെയർഡ് പീപ്പിൾ. ഹിയറിംഗ് ഇംപെയർഡ് പീപ്പിൾ ഉണ്ടല്ലോ, കേൾവി തകരാറുള്ളവർ അനുഭവിക്കുന്ന ഏതെങ്കിലും 2 കാര്യം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആക്സിഡൻസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്, അതുപോലെ എന്താണ് സോഷ്യൽ ഇന്ററാക്ഷൻസിന് ബുദ്ധിമുട്ടുണ്ടാകാം, അതുപോലെ തന്നെ ലാംഗ്വേജ് ഒക്കെ സ്പീക്ക് ചെയ്യാനുള്ള ഡിഫിക്കൽറ്റി ഒക്കെ ഉണ്ടാകും. അപ്പം ഏതെങ്കിലും 2 കാരണങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ കൊടുത്തിട്ടുണ്ട്, ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക കേട്ടോ. പ്രോൺ ടു ആക്സിഡൻസ്, ഡിഫിക്കൽറ്റി ഇൻ സോഷ്യൽ ഇന്ററാക്ഷൻസ്, ഡിഫിക്കൽറ്റി ഇൻ ക്ലാസ് റൂം സിറ്റുവേഷൻ, ഫീലിംഗ് ഓഫ് ഐസൊലേഷൻ, ഡിഫിക്കൽറ്റി ടു ലേൺ സ്പീക്കിംഗ് ലാംഗ്വേജ്, ഡിഫിക്കൽറ്റി ടു മിങ്കിൾ വിത്ത് അതേഴ്സ് അറ്റ് വർക്ക് പ്ലേസസ്. അപ്പൊ ഏതെങ്കിലും 2 കാര്യങ്ങൾ എഴുതുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ആൻ ഒബ്ജെക്ട് ഹാസ് എ വെയിറ്റ് ഓഫ് 500 ന്യൂട്ടൺ ഇൻ എയർ. ഇഫ് ഇറ്റ് ഫ്ലോസ് ഓൺ വാട്ടർ, വാട്ട് ഈസ് ഇറ്റ്സ് വെയിറ്റ്? അത് ഒരു വസ്തുവിന്റെ വായുവിലെ ഭാരം എന്ന് പറഞ്ഞാൽ എത്രയാണ്? 500 ന്യൂട്ടൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് വെള്ളത്തിൽ എങ്ങനെയാണ്? ഫ്ലോട്ട് ചെയ്ത് കിടക്കുവാണ്. ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ അതിന്റെ വെയിറ്റ് എത്രയായിരിക്കും? ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ വെയിറ്റ് എങ്ങനെയായിരിക്കും? അതിന്റെ 0 ആയിരിക്കും അല്ലേ. ഫ്ലോട്ട് ചെയ്ത് കിടക്കുമ്പോൾ ഭാരമില്ലായ്മയിൽ അനുഭവപ്പെടുന്നത്, അതുകൊണ്ടല്ലേ. അപ്പം 0 ന്യൂട്ടൺ അല്ലെങ്കിൽ 0 എന്ന് പറയാം. 0 ന്യൂട്ടൺ ആണ് അതിന്റെ വെയിറ്റ് എന്ന് പറയുന്നത്. ഇനി കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് വാട്ടർ ഡിസ്പ്ലേസ്ഡ് ബൈ ഇറ്റ് വെൻ ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഓൺ വാട്ടർ. ജലത്തിൽ വയ്ക്കുമ്പോൾ ഈ വസ്തു ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം ഇല്ലേ, 500 ന്യൂട്ടൺ ആണ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ ആദേശം ചെയ്യുന്ന ജലത്തിന്റെ ഭാരം എത്രയായിരിക്കും? 500 ന്യൂട്ടൺ തന്നെയായിരിക്കും. 500 ന്യൂട്ടൺ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ദ പൊസിഷൻ ടൈം ഗ്രാഫ് റിലേറ്റിംഗ് ടു ദ മോഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് ഈസ് ഗിവൺ ബിലോ. അനലൈസ് ഇറ്റ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഒരു വസ്തുവിന്റെ ചലനവുമായി ബന്ധപ്പെട്ട സ്ഥാനസമയ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സ്ഥാനസമയ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗ്രാഫ് നോക്കിയിട്ട് ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. പൊസിഷൻ ടൈം ഗ്രാഫ് ആണ്. Then what is the nature of the velocity of the object? പൊസിഷൻ ടൈം ഗ്രാഫ് ആണ് കേട്ടോ. പൊസിഷൻ ടൈം ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പോയിരിക്കുന്നത്? ഇല്ല, ഈ ഒരു രീതിയിലാണ് പോയിരിക്കുന്നത്. അപ്പൊ അതിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും?
അപ്പൊ പൊസിഷൻ ടൈം ഗ്രാഫ് ആകുമ്പോൾ അതിന്റെ നേച്ചർ തന്നെ നോക്കുമ്പോൾ നമുക്കറിയാം അല്ലെ, സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത് അല്ലെ, സ്റ്റാർട്ടിങ് ഫ്രം 0 സ്ട്രെയിറ്റ് ലൈനിലാണ് പോകുന്നത്. അപ്പൊ അതിന്റെ വെലോസിറ്റി എങ്ങനെയായിരിക്കും വരുന്നത്? യൂണിഫോം വെലോസിറ്റി ആയിരിക്കും കേട്ടോ. വെലോസിറ്റി എങ്ങനെയാണ്? യൂണിഫോം വെലോസിറ്റി, അതായത് സമപ്രവേഗമായിരിക്കും കേട്ടോ. യൂണിഫോം വെലോസിറ്റി അല്ലെങ്കിൽ സമപ്രവേഗത്തിലായിരിക്കും. വാട്ട് ഈസ് ഇറ്റ്സ് ആക്സിലേഷൻ? അതിന്റെ ആക്സിലേഷൻ എങ്ങനെയായിരിക്കും വരുന്നത്? യൂണിഫോം വെലോസിറ്റി ആകുമ്പോൾ ആക്സിലേഷൻ എങ്ങനെയാണ്? നമുക്കറിയാം ആക്സിലേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം അല്ലേ. ആക്സിലേഷൻ എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം ആണ്. നമുക്കറിയാം ഇവിടെ വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? യൂണിഫോം വെലോസിറ്റി അല്ലേ, ഒരേ വെലോസിറ്റി ആയതുകൊണ്ട് വെലോസിറ്റി ചേഞ്ച് ഉണ്ടാകുന്നില്ല. അതുകൊണ്ട് ആക്സിലേഷൻ എങ്ങനെയായിരിക്കും? ആക്സിലേഷൻ ഈ 0 ആയിരിക്കും. ആക്സിലേഷൻ 0. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. ക്ലാസിഫൈ ദ ഫോളോയിങ് ഒബ്സർവേഷൻസ് ആൻഡ് ടാബ്ലേറ്റ് ദം ഇൻ ദ ഗിവൺ ടേബിൾ. കുറച്ച് ഒബ്സർവേഷൻസ് തന്നിട്ടുണ്ട്, എന്നിട്ട് അത് ടേബിളിലേക്ക് ടാബ്ലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ആദ്യം എന്താണ് പറഞ്ഞിരിക്കുന്നത്? സ്റ്റാർസ് അപ്പിയർ ട്വിങ്ക്ലിംഗ് കേട്ടോ. സ്റ്റാർസ് എങ്ങനെയാണ്? മിന്നിത്തിളങ്ങുന്നു. ഇവിടെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ എന്തൊക്കെയാണ്? റിഫ്രാക്ഷനും ഉണ്ട്, ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷനും ഉണ്ട്. അപ്പം അതിലേക്ക് ഏതാണോ വരുന്നത് അതിലേക്ക് കണക്ട് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പം സ്റ്റാർസ് അപ്പിയർ ട്വിങ്ക്ലിംഗ്, അതായത് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നു. അതിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ് കാരണം കേട്ടോ. അതിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ ആണ് കേട്ടോ, റിഫ്രാക്ഷൻ. Then during summer season there seems to be water logging on roads when viewed from a distance. വേനൽക്കാലത്ത് റോഡിൽ അകലെ വെള്ളം കിടക്കുന്നതായിട്ട് തോന്നുന്നുണ്ട്. അതിന് കാരണം എന്താണ്? ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് കേട്ടോ. ആ ടേബിളിലേക്ക് നിങ്ങൾ എഴുതിക്കണം കേട്ടോ. ടോട്ടൽ ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ് ഇതിന്റെ ആൻസർ കേട്ടോ വരുന്നത്. ഇനി the sun can be seen just before it reaches the eastern horizon. അതായത് രാവിലെ കിഴക്കൻ ചക്രവാളത്തിൽ എത്തുന്നതിന് അല്പം മുൻപ് സൂര്യനെ നമുക്ക് കാണാൻ കഴിയും. അതിന് കാരണം എന്താണ്? റിഫ്രാക്ഷൻ മൂലമാണല്ലേ, റിഫ്രാക്ഷൻ മൂലമാണ്. അതിൻ്റെയും കാരണം എന്താണ്? റിഫ്രാക്ഷൻ അല്ലെങ്കിൽ അപവർത്തനമാണ്. ഇനി ദ ബോട്ടം ഓഫ് എ പോണ്ട് അപ്പിയേഴ്സ് എലിവേറ്റഡ് വെൻ വ്യൂഡ് ഫ്രം എ ഡിസ്റ്റൻസ്. ജലാശയത്തിന്റെ അടിത്തട്ട് അകലിൽ നിന്ന് നോക്കുമ്പോൾ അല്പം ഉയർന്നതായിട്ട് കാണപ്പെടുന്നു അല്ലേ. അതിന്റെ റീസൺ എന്താണ്? റിഫ്രാക്ഷൻ ആണ് അല്ലേ, റിഫ്രാക്ഷൻ ആണ് അതിൻ്റെ റീസൺ. മനസ്സിലായല്ലോ? അതാ നോക്കുക കേട്ടോ, നിങ്ങൾ ടേബിളിലേക്ക് കണക്ട് ചെയ്ത് എഴുതുക കേട്ടോ. ദെൻ അടുത്ത് നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ അപ്രോപ്രിയേറ്റ്ലി. ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ദ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സ് ആണ് ഇവിടെ ഫസ്റ്റ് കോളത്തിൽ കൊടുത്തിരിക്കുന്നത്. വീണ, അതിന്റെ മെയിൻ പാർട്ട് ഓഫ് ദാറ്റ് വൈബ്രേറ്റ്സ് ആൻഡ് പ്രൊഡ്യൂസസ് സൗണ്ട്. കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന പ്രധാന ഭാഗം ഏതാണെന്നാണ് ഇവിടെ നമുക്ക് ഫില്ല് ചെയ്യാനുള്ളത്. അതായത് വീണയുടെ ഇതിന്റെ കേസിൽ ഏതാണ് കമ്പനം ചെയ്തിട്ട് ശബ്ദം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഭാഗം എന്ന് പറഞ്ഞിരിക്കുന്നത്? സ്ട്രിങ്സ് അല്ലേ. വീണയുടെ കേസിൽ ഏതാണ്? സ്ട്രിങ്സ് ആണ് അല്ലേ, സ്ട്രിങ്സ്. ദെൻ അസോസിയേറ്റഡ് വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ വുഡൻ ബോർഡ് ഉണ്ട്, സറൗണ്ടിങ് എയറും ഉണ്ട്. ദെൻ ചെണ്ട, ചെണ്ടയുടെ വൈബ്രേറ്റിംഗ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതാണ്? ലെതർ ആണ് അല്ലേ, ലെതർ ആണ്, അല്ലെങ്കിൽ തുകൽ ഡയഫ്രം ആണ്. ഇനി അതിന്റെ അസോസിയേറ്റഡ് പാർട്ട് എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണ്? ഇവിടെ ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്, എയർ കോളം ഇല്ലേ. ചെണ്ടയുടെ ഉള്ളിൽ എയർ കോളം ഉണ്ട്. അതുപോലെ മറ്റേതാണ് വുഡൻ ഫ്രെയിം ഉണ്ടല്ലോ, ആ വുഡൻ ഫ്രെയിമും ഉണ്ട് കേട്ടോ. അപ്പൊ എന്ത് പറയാം ഇവിടെ നമുക്ക് എന്ത് പറയാം? ദ വുഡൻ ഫ്രെയിം എന്ന് പറയാം. ദ വുഡൻ ഫ്രെയിം കേട്ടോ, ദ വുഡൻ ഫ്രെയിം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ. റൈറ്റ് ഡൗൺ വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ കറക്റ്റ് ഓർ നോട്ട്. ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്, അത് കറക്റ്റ് ആണോ ശരിയാണോ എന്ന് നോട്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ദെൻ ഇഫ് ദർ ഇസ് എനി എറർ കറക്റ്റ് ദ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ബൈ മേക്കിംഗ് ചേഞ്ചസ് ഇൻ ദ അണ്ടർലൈൻഡ് പോർഷൻ. ഏതെങ്കിലും സ്റ്റേറ്റ്മെന്റ് അവിടെ തെറ്റുണ്ടെങ്കിൽ അടിവരയിട്ട ഭാഗങ്ങൾ മാറ്റി അതിൽ മാറ്റം വരുത്തിയിട്ട് തിരുത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ആദ്യമേ നോക്കാം. ആസ് വി ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ദ എർത്ത് the value of R decreases but the value of G increases. അതായത് ഭൂമിയുടെ ഡീപ്പർ ആൻഡ് ഡീപ്പർ, ഭൂമിയുടെ വളരെ ഉള്ളിലേക്ക് പോകുന്തോറും ആറിന്റെ വാല്യൂ കുറയുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ജിയുടെ മൂല്യം എങ്ങനെയാണ്? കൂടുന്നു. ആറിന്റെ വാല്യൂ കുറയുന്നു, ജിയുടെ മൂല്യം എങ്ങനെയാണ്? കൂടുവാണോ ചെയ്യുന്നത്? ഇത് കറക്റ്റ് ആണോ സ്റ്റേറ്റ്മെന്റ്? ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണല്ലോ, ഇത് റോങ് സ്റ്റേറ്റ്മെന്റ് ആണ്. അപ്പൊ അതെങ്ങനെ നമുക്ക് കറക്റ്റ് ചെയ്യാം? ആസ് വി ഗോ ഡീപ്പർ ആൻഡ് ഡീപ്പർ ഇൻ ടു ദ എർത്ത് the value of R decreases. ആറിന്റെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. ഭൂമിയുടെ ഉള്ളിലേക്ക് പോകുന്തോറും റേഡിയസ് ഇല്ല, റേഡിയസ് ഓഫ് ദ എർത്ത് എങ്ങനെയാണ്? കുറയുവാണ് ചെയ്യുന്നത്. ബട്ട് ദ വാല്യൂ ഓഫ് ജി എങ്ങനെയാണ്? ജിയുടെ വാല്യൂ, ഇത് സ്റ്റേറ്റ്മെന്റ് തെറ്റാണ് കേട്ടോ, ഇൻക്രീസ് അല്ല വരുന്നത്. ജിയുടെ വാല്യൂ എങ്ങനെയാണ്? ഡിക്രീസസ്. ജിയുടെ വാല്യൂ അതിനനുസരിച്ച് കുറയുവാണ് ചെയ്യുന്നത്. നമുക്കറിയാമല്ലേ, ഉള്ളിലേക്ക് പോകുന്തോറും ഇല്ല, എങ്ങനെ ജിയുടെ വാല്യൂ കുറയുവാണ് ചെയ്യുന്നത്. ഇനി അടുത്തത്. A body in uniform circular motion possesses non-uniform velocity.
സമവർത്തുള ചലനത്തിനുള്ള വസ്തുവിന് അസമപ്രവേഗം എന്ന് പറഞ്ഞിട്ടുണ്ട്. യൂണിഫോം സർക്കുലർ മോഷനിലാണ് ഒരു വസ്തു ഉള്ളത്, അപ്പൊ അതിന് നോൺ യൂണിഫോം വെലോസിറ്റി, അതായത് അസമപ്രവേഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ് കേട്ടോ. ദെൻ അടുത്തത്, when the distance between two bodies is doubled, the gravitational force between them is also doubled. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള അകലം ഇരട്ടിയാവുമ്പോൾ, രണ്ട് വസ്തുക്കളുണ്ട് അത് തമ്മിലുള്ള അകലം അവിടെ ഇരട്ടിയാവുമ്പോൾ അവ തമ്മിലുള്ള ഗുരുത്വാകർഷണ ബലവും ഇരട്ടിയാവുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? നമുക്കറിയാം ഇക്വേഷൻ ഏതാണ്? F is equal to G m1 m2 divided by r² എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ അല്ലേ? മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞിരിക്കുന്നത്? അപ്പം ആ ഡിസ്റ്റൻസ് കൂടുവാണെന്ന്, അതായത് ഇവിടുത്തെ ഡി അല്ലെങ്കിൽ ആർ കേട്ടോ, ഈ ഡിസ്റ്റൻസ് കൂടുവാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റേഷൻ ഫോഴ്സിന് എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഗ്രാവിറ്റേഷൻ ഫോഴ്സ് അവിടെ കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ ഒരു സ്റ്റേറ്റ്മെന്റ് തെറ്റായ സ്റ്റേറ്റ്മെന്റ് ആണ്. നമുക്ക് എങ്ങനെ കറക്റ്റ് ചെയ്യാം? when the distance between the two bodies is doubled, the gravitational force is എങ്ങനെയാണ്? ഇത്രയും ഈ ഒരു സ്റ്റേറ്റ്മെന്റ് നമുക്ക് തെറ്റാണ് കേട്ടോ. ഇത് നമുക്ക് മാറ്റിവെച്ച് എങ്ങനെ എഴുതാം? the gravitational force ഈസ് ഡിക്രീസ്ഡ് എന്ന് എഴുതാം കേട്ടോ. ഗ്രാവിറ്റേഷൻ ഫോഴ്സ് ഈസ് ഡിക്രീസ്ഡ്. എങ്ങനെയാണ് ഡിക്രീസ് ചെയ്യുന്നത്? ഡിക്രീസ്ഡ് ബൈ നമ്മൾ പഠിച്ചതാണ്, ഡിക്രീസ്ഡ് ബൈ 4 ടൈംസ് വരും കേട്ടോ. കാരണം ഇവിടെ ഡിയുടെ സ്ക്വയർ അല്ലേ കൊടുത്തിരിക്കുന്നത്, ഡിയുടെ വാല്യൂ ഡബിൾ ചെയ്യുക. അപ്പം എന്താണ്? 4 മടങ്ങായിട്ട് ഇവിടെ ഡി സ്ക്വയർ വന്നിട്ടുണ്ടല്ലോ. അപ്പം ഇത് ഫോഴ്സ് എങ്ങനെയാണ് 4 മടങ്ങായിട്ട് കുറയും കേട്ടോ. അപ്പം ഈസ് ഡിക്രീസ്ഡ് ബൈ 4 ടൈംസ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക, 12th one. കൺസിഡർ എ ബോഡി വിച്ച് ഈസ് ത്രോൺ വെർട്ടിക്കലി അപ്വേർഡ്സ്. നേരെ മുകളിലേക്ക് എറിയുന്ന ഒരു വസ്തു നമ്മൾ കൺസിഡർ ചെയ്യുവാണ്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി വിച്ച് ഡിക്രീസസ് ആസ് ഇറ്റ് മൂവ്സ് അപ്പ്. അതായത് ഏത് തരം യാന്ത്രികോർജ്ജമാണ് മുകളിലേക്ക് പോകുന്തോറും കുറഞ്ഞു വരുന്നത്? യാന്ത്രികോർജ്ജം ഇല്ലേ, മെക്കാനിക്കൽ എനർജി നമ്മൾ പഠിച്ചതാണ്. അപ്പം ഏത് തരത്തിലുള്ള മെക്കാനിക്കൽ എനർജിയാണ് മുകളിലോട്ട് പോകുന്തോറും എന്ത് സംഭവിക്കുന്നത്? കുറയുന്നത്. ഏതാണ് മുകളിലോട്ട് പോകുന്നവരും കുറയുന്ന മെക്കാനിക്കൽ എനർജി? ഏതാണ്? കൈനറ്റിക് എനർജി ആണല്ലേ. കാരണം മുകളിലോട്ട് പോകുന്നവരും എന്താണ്? വെലോസിറ്റി അല്ലേ. വെലോസിറ്റിക്ക് എന്ത് സംഭവിക്കും? വെലോസിറ്റി കുറയും. കൈനറ്റിക് എനർജി ഇക്വേഷൻ തന്നെ ½ mv² എന്നല്ല. അപ്പൊ വെലോസിറ്റി കുറയുമ്പോൾ എന്താണ്? കൈനറ്റിക് എനർജിയോടെ കുറയും. അപ്പൊ ഏതാണ് അവിടുത്തെ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്? കൈനറ്റിക് എനർജിയാണ് കേട്ടോ. Then what is the velocity when the body attains a maximum potential energy? പരമാവധി സ്ഥിതികോർജ്ജം കൈവരിക്കുമ്പോൾ, മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കൈവരിക്കുമ്പോൾ വസ്തുവിന്റെ പ്രവേഗം എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മാക്സിമം പൊട്ടൻഷ്യൽ എനർജി കൈവരിക്കുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും വരുന്നത്? വെലോസിറ്റി 0 ആയിരിക്കും കേട്ടോ. വെലോസിറ്റി 0 ആയിരിക്കും. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുമ്പോൾ എന്താണ്? mgh ആണ് അല്ലെ. പൊട്ടൻഷ്യൽ എനർജിയുടെ ഇക്വേഷൻ നമ്മൾ പഠിച്ചാണ്, mgh ആണ് വരുന്നത്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ മാക്സിമം പൊട്ടൻഷ്യൽ എനർജി വരുമ്പോൾ അതിന്റെ വെലോസിറ്റി എത്രയായിരിക്കും? 0 ആയിരിക്കും വരുന്നത്. ഇനി വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ കറക്റ്റ് ഗ്രാഫ് അബൌട്ട് ദിസ് മോഷൻ. ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതിലെ കറക്റ്റ് ഗ്രാഫ്, മോഷനുമായിട്ട് ബന്ധപ്പെട്ട കറക്റ്റ് ഗ്രാഫ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കറക്റ്റ് ഗ്രാഫ് ഏതാണ് വരുന്നത്? മോഷനുമായിട്ട് പൊട്ടൻഷ്യൽ എനർജി ഹൈറ്റ് ഇതാ നോക്കിയേ. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കുറയുകയാണ്. അങ്ങനെയാണ് ഇക്വേഷൻ mgh അല്ലേ. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടുവാണെന്ന്. അപ്പം ഈ ഗ്രാഫ് തെറ്റാണ്. ഹൈറ്റ് കൂടുന്തോറും പൊട്ടൻഷ്യൽ എനർജി കൂടുന്നു. ഇത് കറക്റ്റ് ആണ്. ഇതെങ്ങനെയാണ്? ഇത് തെറ്റാണ് കേട്ടോ. ഇത് സെയിം ആവുന്നു. അപ്പം ഇതും തെറ്റാണ്. സെക്കൻഡ് ഗ്രാഫ് ആണ് കേട്ടോ ഇവിടുത്തെ കറക്റ്റ്. ദ നെക്സ്റ്റ് വൺ മാച്ച് ദ കോളം ആണ്. ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മാച്ച് ദ കോളം ആണ് കേട്ടോ. ABC മാച്ച് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഇതിന് ഒരു നമ്പർ കൊടുക്കാം കേട്ടോ. നമ്പർ ഇട്ട് എഴുതാമേ. 1 2 3 എന്ന് കൊടുത്തു. പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഏതാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് W/Q. അപ്പൊ ഇതാണ് 1 എന്ന് വരുന്നത്. സി പാർട്ടിൽ ഏതാണ്? യൂണിറ്റ് ആണ് കേട്ടോ സിയിൽ കൊടുത്തത്. പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ യൂണിറ്റ് ഏതാണ്? വോൾട്ട് ആണ് കേട്ടോ. ഓക്കെ. ഇനി കറണ്ട് ഇക്വേഷൻ ഏതാണ്? Q/T ആണല്ലേ. ഇതാണ് കേട്ടോ രണ്ടാമത്തെ വരുന്നത്. കറണ്ടിന്റെ യൂണിറ്റ് ഏതാണ്? ആംബിയർ ആണ്. അപ്പൊ ഇതാണ് രണ്ടാമത്തെ. ഇനി റെസിസ്റ്റൻസ് ഏതാണ്? V/I കേട്ടോ. V/I ആണ്. ദെൻ റെസിസ്റ്റൻസിന്റെ യൂണിറ്റ് ഓം ആണ് കേട്ടോ. നിങ്ങൾ കറക്റ്റ് ഓരോന്നും നേരെ കറക്റ്റ് ആയിട്ട് എഴുതുക കേട്ടോ. പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് എഴുതി വെച്ച് W/Q എന്ന് എഴുതുക. ദെൻ മൂന്നാമത്തെ കോളത്തിൽ V എന്ന് എഴുതുക കേട്ടോ. അങ്ങനെ കറക്റ്റ് ആയിട്ട് നിങ്ങൾ എഴുതുക കേട്ടോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. കംപ്ലീറ്റ് ദ ഫോളോയിങ് ഫ്ലോ ചാർട്ട്. ഈ ഫ്ലോ ചാർട്ട് ഇവിടെ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇതാ നോക്കിയാൽ ആദ്യം എന്താണ്? മെക്കാനിക്കൽ എനർജിയാണ്. മെക്കാനിക്കൽ എനർജീനെ എങ്ങനെയാണ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യുന്നുണ്ടല്ലേ, പൊട്ടൻഷ്യൽ എനർജി. അപ്പൊ ഇവിടെ ഏതാണ് വരുന്നത്? കൈനറ്റിക് എനർജി. ഇവിടെ എന്ത് വരും? കൈനറ്റിക് എനർജി എന്ന് വരും കേട്ടോ. കൈനറ്റിക് എനർജി. ഇനി പൊട്ടൻഷ്യൽ എനർജി നമുക്ക് പിന്നെ ക്ലാസിഫൈ ചെയ്യാമല്ലേ. എന്താണ്? ഡ്യൂ ടു പൊസിഷൻ എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ. ഡ്യൂ ടു പൊസിഷൻ ഉണ്ട്. പിന്നെ ഏത് വരാം? പൊട്ടൻഷ്യൽ എനർജി രണ്ട് തരത്തിലുള്ള ഡ്യൂ ടു പൊസിഷനും പിന്നെ ഏതാണ്? ഡ്യൂ ടു കോൺഫിഗറേഷനും. അപ്പൊ ഇവിടെ എന്ത് പറയാം? ഡ്യൂ ടു കോൺഫിഗറേഷൻ എന്ന് പറയാം കേട്ടോ. ഡ്യൂ ടു കോൺഫിഗറേഷൻ. കൈനറ്റിക് എനർജിനെ ഒരു എക്സാമ്പിൾ ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഇത്
ഇനി എന്താണ് ഡ്യൂ ടു കോൺഫിഗറേഷൻ ഇവിടെ ഞാനൊരു എക്സാമ്പിളാണ് കൊടുക്കുന്നത്. കംപ്രസ്ഡ് സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ട്, എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം ഡ്യൂ ടു പൊസിഷൻ മൂലം വരുന്നതിനൊരു എക്സാമ്പിൾ എന്ന് പറയാം, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം എന്ന് പറയാമല്ലോ, ഇല്ല, വാട്ടർ സ്റ്റോർഡ് ഇൻ എ ഡാം കേട്ടോ, ഡാമിൽ വെള്ളം സ്റ്റോർ ചെയ്തിരിക്കുന്ന ഒരു എക്സാമ്പിളാണ്. ഓക്കെ ആണല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. എ വയർ ഓഫ് യൂണിഫോം ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഹാസ് എ ലെങ്ത് ഓഫ് 18 സെന്റിമീറ്റർ. ഇറ്റ് ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 18 ohm. വാട്ട് ഈസ് എ റെസിസ്റ്റൻസ് ഓഫ് 1 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദിസ് വയർ? അതായത് ഒരേ ഛേദതല പരപ്പളവും 18 സെന്റിമീറ്റർ നീളവുമുള്ള ഒരു ചാലക കമ്പിയുടെ പ്രതിരോധം എന്ന് പറയുന്നത് 18 ഓം ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാവുന്ന ഒരു കമ്പിയാണ്, അതിന്റെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ പറഞ്ഞിരിക്കുന്നത് ഒരുപോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഒരുപോലെ ലെങ്തും ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അതിന്റെ റെസിസ്റ്റൻസ് 18 ohm ആണ്. അപ്പം അങ്ങനെയെങ്കിൽ വാട്ട് ഇസ് ദ റെസിസ്റ്റൻസ് ഓഫ് 1 സെന്റിമീറ്റർ ലെങ്ത് ഓഫ് ദിസ് വയർ? അതായത് ഇതിന്റെ ചാലക കമ്പിയുടെ 1 സെന്റിമീറ്റർ നീളത്തിന്റെ പ്രതിരോധം എത്രയായിരിക്കും എന്ന് ചോദിച്ചിരുന്നത്? 18 സെന്റിമീറ്റർ നീളം അല്ലേ, 18 സെന്റിമീറ്റർ നീളമാണ്, ഇത് ഒരു കമ്പിയാണ്, അതിന് 18 ohm ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എങ്ങനെയാണെങ്കിൽ 1 സെന്റിമീറ്റർ ലെങ്തിന് എത്രയായിരിക്കും വരുന്നത്? എത്ര വാല്യൂ വരും? 1 ohm ആയിരിക്കും വരുന്നത്, 1 ohm ആയിരിക്കും അതിന്റെ റെസിസ്റ്റൻസ്. ദെൻ ബി പാർട്ട് എന്താണ്? The 18 centimeter long wire is cut into 3 parts of equal length. Calculate the effective resistance when these parts are connected. ഈ 18 സെന്റിമീറ്റർ നീളമുള്ള വയർ ഉണ്ടല്ലോ, 18 സെന്റിമീറ്റർ നീളമുള്ള വയർ, ഈ വയറിനെ എങ്ങനെയാണ് ഈക്വൽ ആയിട്ട് 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്താൽ, ഇങ്ങനെ ഈക്വൽ ആയിട്ട് 3 പാർട്സ് ആക്കി ഡിവൈഡ് ചെയ്ത് ടോട്ടൽ ലെങ്ത് നമുക്കറിയാം 18 ആണ് വരുന്നത്. മനസ്സിലാകുന്നത്? അപ്പം ഓരോ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ ഓരോ പാട്ടത്തിലെങ്കിലും ലെങ്ത് 6 വെച്ച് വരുമല്ലോ, 6 ആയിരിക്കും ഓരോ പാർട്ടിലെ ലെങ്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഇങ്ങനെ കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ്. ഈ 3 ഭാഗങ്ങളുണ്ടല്ലോ 6 സെന്റിമീറ്റർ വീതം ഉള്ളത് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ഉള്ള എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായാലോ? അപ്പം പാരലായിട്ട് കണക്ട് ചെയ്യുക, പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്കറിയാം എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെയാണ്? RP എന്ന് എഴുതാം ഇല്ലേ? എങ്ങനെ വരും? ഇക്വേഷൻ എങ്ങനെയാണ് വരുന്നത്? 1 നമ്മൾ ഇതിനെ R1 എന്നും R2 എന്നും R3 എന്നും കൊടുക്കുക. അപ്പോൾ 1/R1 + 1/R2 + 1/R3 എന്ന് കൊടുക്കും അല്ലേ? അപ്പോൾ എത്രയാണ്? 1/6 വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3/6 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു 1/2. 1/2 ഓം എന്ന് വെച്ചാൽ 1/RP ആണ് വന്നത് കേട്ടോ, 1/RP ആണ്. നമുക്ക് എന്താണ് വേണ്ടത്? റെസിസ്റ്റൻസ്. പാരലായിട്ട് കണക്ട് ചെയ്യുന്ന റെസിസ്റ്റൻസ് അല്ലേ വേണ്ടത്. അപ്പൊ RP എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? റെസിപ്രോക്കൽ എടുക്കുക. 1/RP ആണ് നമുക്കിവിടെ 1/2 കിട്ടിയത്. അപ്പം എഫക്റ്റീവ് റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെ വരും? 2 എന്ന് വരും. റെസിപ്രോക്കൽ 2 ഓം. ഓക്കെ ആണല്ലോ. ഇനി സീരീസ് ആയിട്ട് വരുമ്പോൾ കേട്ടോ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? RS എല്ലാം കൂടെ ആഡ് ചെയ്ത് വെച്ചാൽ മതി അല്ലേ? R1 + R2 + R3 അല്ലേ? അപ്പൊ എത്ര വരും? 6 + 6 + 6. അപ്പൊ എത്രയാണ് വരുന്നത്? 18 വരും. 18 ഓം. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക കേട്ടോ, 4 മാർക്കാണ് കേട്ടോ. The velocity of a body of mass 20 kilogram changes from 2 meter per second to 10 meters per second in 8 seconds. അതായത് 20 കിലോഗ്രാം മാസ് ഉള്ള ഒരു വസ്തു, അതിന്റെ വെലോസിറ്റി അല്ലെങ്കിൽ പ്രവേഗം എങ്ങനെയാണ്? 8 സെക്കൻഡ് കൊണ്ട് 2 മീറ്റർ പെർ സെക്കൻഡിൽ നിന്നും 10 മീറ്റർ പെർ സെക്കൻഡ് ആയി. ഓക്കെ ആണല്ലോ. വാട്ട് ഇസ് ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം? അതിന്റെ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം വ്യത്യാസത്തിന്റെ നിരക്ക് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ആദ്യമേ പിന്നെ എന്താണ്? കാൽക്കുലേറ്റ് ദ ഫോഴ്സ് കണ്ടുപിടിക്കണം, വാട്ട് ഇസ് ആക്സിലറേഷൻ കണ്ടുപിടിക്കണം, വാട്ട് വിൽ ബി വെലോസിറ്റി ഇഫ് ദിസ് ഫോഴ്സ് ഈസ് കണ്ടിന്യൂഡ് ഫോർ 2 more seconds, അതും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുപിടിക്കാം കേട്ടോ. 16ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. 16ാമത്തെ ക്വസ്റ്റ്യൻ്റെ എ പാർട്ട് നോക്കാം അല്ലേ? ആദ്യം എന്താണ്? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പം തന്നിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? മാസ് ഇവിടെ അറിയാം അല്ലേ? മാസ് എത്രയാണ്? 20 kg ആണ്. ദെൻ വെലോസിറ്റി, ഇനീഷ്യൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ u ആണ്, അതിനെ നമ്മൾ 2 എന്ന് എടുത്തു, 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഫൈനൽ വെലോസിറ്റി v ആണ്, 10 മീറ്റർ പെർ സെക്കൻഡ്. മനസ്സിലായല്ലോ? പിന്നെ സമയം ഇവിടെ എത്രയാണ്? സമയം എന്ന് വെച്ചാൽ 8 സെക്കൻഡ് ആണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ്. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എഴുതുക കേട്ടോ. റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം ആണ് നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത്. ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? ഡെൽറ്റ പി ബൈ ഇക്വേഷൻ ഏതാണ്? ഡെൽറ്റ പി ബൈ ടി ആണ് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം എന്ന് പറഞ്ഞിരിക്കുന്നത്. അതായത് ഡെൽറ്റ പി എന്ന് വെച്ചാൽ എന്താണ്? മാസിന്റെ വെലോസിറ്റി ആണ്. അപ്പൊ മാസ് കോൺസ്റ്റന്റ് ആണ്. അപ്പൊ എങ്ങനെയാണ്? v - u എന്ന് വരും അല്ലേ? ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ സമയം എന്ന് വരുമ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു മാസ് 20 ആണ്, ഫൈനൽ വെലോസിറ്റി 10 ആണ്, ഇനീഷ്യൽ വെലോസിറ്റി 2 ആണ്, സമയം 8 ആണ് വരുന്നത്. ഓക്കെ ആണല്ലോ. ദാറ്റ് ഈസ് ഈക്വൽ ടു 20 ഇൻറ്റു എത്ര വരും? 8/8 എന്ന് വരും അല്ലേ? അപ്പം എന്താ 8 ക്യാൻസൽ ആയിട്ട് പോയിട്ട് ആൻസർ എത്രയാണ് വരുന്നത്? 20 എന്ന് വരും അല്ലേ? റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? 20 ന്യൂട്ടൺ എന്ന് വരും.
ഓക്കെ ആണല്ലോ. ഇനി അടുത്ത് കാൽക്കുലേറ്റ് ദ ഫോഴ്സ് അപ്ലൈഡ് ഓൺ ഇറ്റ്. ഫോഴ്സ് കണ്ടുപിടിക്കണം. ബി പാർട്ട് എന്നാണ് ഫോഴ്സ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരുന്നത്. ഫോഴ്സിന്റെ ഇക്വേഷൻ നമുക്കറിയാം എത്രയാണ്? എഫ് ഈസ് ഈക്വൽ ടു തന്നെയല്ലേ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെന്റം തന്നെയല്ലേ പറഞ്ഞിരിക്കുന്നത്. ഫോഴ്സ് എം ഇൻറ്റു എ എന്നല്ലേ. മാസ് തന്നെ നമുക്കറിയാം 20 ആണ്. ആക്സിലേഷൻ എന്ന് പറഞ്ഞിരിക്കുന്നത് ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം. എന്താ ചേഞ്ച് ഇൻ വെലോസിറ്റി ബൈ ടൈം? ഇതല്ലേ വരുന്നത് വി മൈനസ് യു ഇല്ലേ? അങ്ങനെ എടുത്താൽ പോരെ. ചേഞ്ച് ഇൻ വെലോസിറ്റി എന്ന് പറയുമ്പോൾ എങ്ങനെയാണ്? നമ്മൾ ഇപ്പൊ കണ്ടതല്ലേ 10 മൈനസ് 2/8 എന്ന് വരും ഇല്ലേ? അപ്പൊ എത്ര വരും? ഇത് 10 മൈനസ് 2 എന്ന് വരുമ്പോൾ ഇപ്പൊ ചെയ്ത് തന്നെ 20 ഇൻറ്റു 8/8 എന്ന് വരും. ക്യാൻസൽ ആയിട്ട് പോയിട്ട് ഫോഴ്സ് എത്രയാണ് വരുന്നത്? 20 ന്യൂട്ടൺ എന്ന് വരും. ഫോഴ്സ് 20 ന്യൂട്ടൺ. ഇനി വാട്ട് ഈസ് ആക്സിലേഷൻ പ്രൊഡ്യൂസ്ഡ് ബൈ ദിസ് ഫോഴ്സ്? ഈ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ടാകുന്ന ആക്സിലേഷൻ ഇക്വേഷൻ എങ്ങനെയാണ്? എ ഈസ് ഈക്വൽ ടു F/m ആണ്. ഫോഴ്സ് നമുക്കിവിടെ കിട്ടി. മാസ് എത്രയാണ്? 20 ആണ് വരുന്നത്. അപ്പൊ ആക്സിലേഷൻ എത്രയാണ്? 1 മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ് ആക്സിലറേഷൻ. ഓക്കെ ആണല്ലോ. ഇനി അടുത്ത എന്താണ്? വാട്ട് വിൽ ബി ഇറ്റ്സ് വെലോസിറ്റി ഇഫ് ദിസ് ഫോഴ്സ് ഈസ് കണ്ടിന്യൂഡ് ഫോർ 2 more സെക്കൻഡ്? 2 സെക്കൻഡ് കൂടെ കേട്ടോ. 2 സെക്കൻഡ് കൂടി ഇതേ ബലം തുടർന്നാൽ വസ്തുവിന്റെ വെലോസിറ്റി എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം അതേതാണ്? ഡി പാർട്ടാണ് കേട്ടോ. ഡി പാർട്ടാണ് ഞാൻ ഇവിടെ എഴുതാം കേട്ടോ. അപ്പൊ വെലോസിറ്റി കണ്ടുപിടിക്കണം. ഫൈനൽ വെലോസിറ്റി ഇക്വേഷൻ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് AT കൊടുത്താൽ പോരെ? മനസ്സിലാവുന്നുണ്ടോ? ഇനീഷ്യൽ വെലോസിറ്റി എത്രയായിരുന്നു? 2 ആയിരുന്നു അല്ലേ? 2 ആയിരുന്നു. പ്ലസ് ആക്സിലേഷൻ എത്രയാണ്? 1 ആണ്. സമയം എത്രയാണ്? 2 സെക്കൻഡും കൂടെ കൂടി അല്ലേ? ഇപ്പം സമയം എത്രയാണ്? 8 സെക്കൻഡ് ആയിരുന്നു. അപ്പൊ 2 സെക്കൻഡ് കൂടി ഇപ്പൊ സമയം എത്രയായി? 10 സെക്കൻഡ് ആയി. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ദാറ്റ് ഈസ് ഈക്വൽ ടു 2 + 10 എന്ന് വരും അല്ലേ? ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 12 മീറ്റർ പെർ സെക്കൻഡ് ആവും അതിന്റെ വെലോസിറ്റി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാമേ. It is the energy that is transferred into work when we do different activities. അതായത് ഊർജ്ജം തന്നെയാണ് പ്രവൃത്തിയായി മാറുന്നത് നമുക്കറിയാം അല്ലേ? വാട്ട് യു മീൻ ബൈ ദ ടേം എനർജി? വാട്ട് ഈസ് ഇറ്റ്സ് SI യൂണിറ്റ്? എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? എനർജി എന്ന് വെച്ചാൽ എന്താണ്? കപ്പാസിറ്റി ടു ഡു വർക്ക് അല്ലേ? ടേം എനർജി എന്ന് വെച്ചാൽ കപ്പാസിറ്റി ടു ഡു വർക്ക് എന്ന് എഴുതാം അല്ലേ? കപ്പാസിറ്റി ടു ഡു വർക്ക്, അതാണ് എനർജി എന്ന് ഉദ്ദേശിക്കുന്നത്. വാട്ട് ഇസ് SI യൂണിറ്റ്? എനർജിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ അല്ലേ? ജൂൾ ആണ് എനർജിയുടെ SI യൂണിറ്റ്. ഇനി റൈറ്റ് ഡൗൺ എനി 2 സിമിലാരിറ്റീസ് ബിറ്റ്വീൻ വർക്ക് ആൻഡ് എനർജി. വർക്കും എനർജിയും തമ്മിലുള്ള ഏതെങ്കിലും 2 സിമിലാരിറ്റീസ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ്? രണ്ടിന്റെ വർക്കിന്റെ എനർജിയുടെ യൂണിറ്റ് ഏതാണ്? ജൂള് തന്നെയാണ് അല്ലേ? പിന്നെന്താണ്? രണ്ടും സ്കെയിലാർ ക്വാണ്ടിറ്റി ആണ് അല്ലേ? ഏതെങ്കിലും 2 സിമിലാരിറ്റീസ് എഴുതുക. Then the quantity of energy in 100 milliliter of grape juice is approximately 64 calorie. Express this quantity in joule. അതായത് 100 milliliter മുന്തിരി ജ്യൂസിൽ അടങ്ങിയിരിക്കുന്ന ഊർജ്ജത്തിന്റെ അളവ് എന്ന് പറഞ്ഞാൽ 64 കലോറി ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ ജൂളിലേക്ക് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായത്? കലോറിനെ നമുക്ക് ജൂളിലേക്ക് മാറ്റുന്നത് എങ്ങനെയാണ് ചെയ്യുന്നത്? 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ? അപ്പൊ എങ്ങനെയാണ്? 64 ഇൻറ്റു ഇതാണ് കലോറിനെ ജൂളിലേക്ക് മാറ്റണം. എങ്ങനെയാണ്? 4.2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാലോ കേട്ടോ. അപ്പം ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 268.8 ജൂൾ എന്ന് വരും കേട്ടോ. മനസ്സിലായല്ലോ? സിമിലാരിറ്റീസ് ഞാൻ എഴുതിയിട്ടുണ്ട്. വർക്കും എനർജിയും തമ്മിലുള്ള സിമിലാരിറ്റീസ് കൊടുത്തിട്ടുണ്ട്. ഏതായാലും 2 എഴുതുക കേട്ടോ. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. 18th one. The intensity of electric current through a conductor is directly proportional to the dash between its ends. അതായത് ഒരു ചാലകത്തിലൂടെയുള്ള വൈദ്യുത പ്രവാഹ തീവ്രത അതിന്റെ അഗ്രങ്ങൾക്കിടയിലുള്ള ഡാഷിന് നേർ അനുപാതത്തിലായിരിക്കും. ഏതിനാണ്? പൊട്ടൻഷ്യൽ ഡിഫറൻസ് അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതത്തിലായിരിക്കും. നെയിം ആൻഡ് സ്റ്റേറ്റ് ദ ലോ റിലേറ്റഡ് ടു ദിസ്. ഇത് ഏത് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്? ഓംസ് ലോ കേട്ടോ. ഓംസ് ലോയുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് എഴുതുക. Current through a conductor between 2 points is directly proportional to the potential difference across its ends. ഓംസ് ലോയുടെ സ്റ്റേറ്റ്മെന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. മനസ്സിലാക്കി എഴുതി പഠിക്കുക കേട്ടോ. നെക്സ്റ്റ് സി പാർട്ട് എന്താണ്? ദ ഡേറ്റ ഒബ്റ്റൈൻഡ് ഫ്രം ആൻ എക്സ്പെരിമെന്റ് ഡൺ യൂസിങ് എ നിക്രോം വയർ ആർ ടാബ്ലേറ്റഡ് ബിലോ. ദ ഫസ്റ്റ് റീഡിംഗ് വാസ് ടേക്കൺ അറ്റ് ദ ഇൻസ്റ്റഡ് ഓഫ് സ്വിച്ചിങ് ഓൺ. ദ സെക്കൻഡ് ഈസ് ടേക്കൺ ആഫ്റ്റർ സം ടൈം. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ക്വസ്റ്റ്യൻ? ഒരു നിക്രോം വയർ ഉപയോഗിച്ചിട്ട് കേട്ടോ. ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്ന കാര്യം മനസ്സിലാക്കുക കേട്ടോ. ഒരു നിക്രോം കമ്പ് ഉപയോഗിച്ച് നടത്തിയ പരീക്ഷണങ്ങളിലെ വിവരങ്ങളാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ആദ്യത്തെ റീഡിംഗ് എന്ന് വെച്ചാൽ സ്വിച്ച് ഓൺ ചെയ്തു കേട്ടോ. നമ്മൾ ആദ്യം കൊടുത്തിരിക്കുന്ന ഇനീഷ്യൽ റീഡിംഗ് കൊടുത്തിരിക്കുന്നുണ്ട്. ഈ ആദ്യത്തെ റീഡിംഗ് എങ്ങനെയാണ്? സ്വിച്ച് ഓൺ ചെയ്യുമ്പോഴുള്ള വോൾട്ടേജും കറന്റുമാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ എങ്ങനെയാണ്? രണ്ടാമത്തെ റീഡിംഗ് എന്ന് വെച്ചാൽ കുറച്ച് സമയം സ്വിച്ച് ഓൺ ചെയ്തതിന് ശേഷം കുറച്ച് സമയത്തിന് ശേഷമുള്ള റീഡിംഗ് ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പൊ അതനുസരിച്ച് R കണ്ടുപിടിക്കണം. അപ്പൊ ആദ്യത്തെ റീഡിങ്ങിന് എങ്ങനെയാണ്? Rന്റെ വാല്യൂ എത്ര വരും? 12 വോൾട്ടും
2 ആണ് വരുന്നത്. ആർ എന്ന് വെച്ചാൽ എങ്ങനെയാണ്, ആർ ഈസ് ഈക്വൽ ടു, ആറിന്റെ ഇക്വേഷൻ ഇങ്ങനെ വി ബൈ ഐ അല്ലേ വരുന്നത് ആറിന്റെ ഇക്വേഷൻ. അപ്പം ആർ എത്രയാണ് വരുന്നത്, വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 12 ആണ്. 12/2 എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് 6 ഓം വരും. ഇവിടെ എത്രയാണ് വരുന്നത്, വി എന്ന് വെച്ചാൽ 12 ആണ്. പക്ഷെ കറണ്ടിന് ഇവിടെ എന്ത് സംഭവിച്ചു, കറണ്ട് ഇവിടെ എങ്ങനെയാണ്, കുറച്ച് സമയത്തിന് ശേഷം കറണ്ട് എന്ത് സംഭവിച്ചു, കറണ്ട് ഇവിടെ കുറഞ്ഞു 1.8 ആയി ഇല്ലേ. അപ്പൊ റെസിസ്റ്റൻസിന് എന്താണ് സംഭവിച്ചത്, റെസിസ്റ്റൻസോടെ എങ്ങനെയാണ് 6.67 ഇല്ലേ, റെസിസ്റ്റൻസ് 6.67 ആയി, റെസിസ്റ്റൻസ് അവിടെ കൂടി. അത് കറണ്ട് അതായത് കറണ്ട് കുറഞ്ഞപ്പോൾ എന്ത് സംഭവിച്ചു, റെസിസ്റ്റൻസ് അവിടെ കൂടി. ഓക്കെ ആണല്ലോ. ഇതാ ക്വസ്റ്റ്യൻ ഉണ്ട് കേട്ടോ. Why did the current decreases during second reading? സെക്കൻഡ് റീഡിങ്ങിൽ കറണ്ട് അവിടെ ഡിക്രീസ് ചെയ്യാനുള്ള കാരണം എന്തെന്നാണ് ചോദിച്ചത്. സെക്കൻഡ് റീഡിങ്ങിൽ കറണ്ട് അവിടെ ഡിക്രീസ് ചെയ്തല്ലോ, എന്താണ് സംഭവിച്ചത്, ആദ്യമേ എന്താണ്, ആദ്യമേ നമുക്കറിയാം സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എങ്ങനെയാണ് മാക്സിമം അല്ലേ, കറണ്ട് മാക്സിമം ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത്. അപ്പോൾ റെസിസ്റ്റൻസ് അവിടെ എങ്ങനെയായിരിക്കും, റെസിസ്റ്റൻസ് ഇവിടെ 6 ഓം, അതായത് മിനിമം റെസിസ്റ്റൻസ് വന്നു. കുറച്ച് സമയം കഴിഞ്ഞ് കഴിയുമ്പോൾ കറണ്ട് പാസ് ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, ഈ കണ്ടക്ടർ ചൂടാവും ഇല്ലേ. അപ്പൊ കണ്ടക്ടർ ചൂടായി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, റെസിസ്റ്റൻസിന്റെ വാല്യൂ അവിടെ കൂടും. റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്, കറണ്ടിന്റെ വാല്യൂ അവിടെ കുറയുവാണ് ചെയ്യുന്നത് കേട്ടോ. ആർ ഇസ് ഈക്വൽ ടു വി ബൈ അല്ലേ. അപ്പം കുറച്ച് കഴിയുമ്പോൾ ചൂടാവുന്നുണ്ട്, അപ്പോൾ റെസിസ്റ്റൻസിന്റെ വാല്യൂ കൂടും, അതിന്റെ ഫലമായിട്ട് കറണ്ടിന്റെ വാല്യൂ കുറയും. ദ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനീഷ്യലി വെൻ ദ സ്വിച്ച് ഈസ് ഓൺ ദ കറന്റ് ഫ്ലോ വിൽ ബി മാക്സിമം സിൻസ് റെസിസ്റ്റൻസ് ഈസ് മിനിമം. But after some time the temperature of the circuit increases, so resistance of the circuit increases, hence current flow decreases to steady value. മനസ്സിലായോ, കുറച്ച് സമയത്തിന് ശേഷം ചൂടാകുമ്പോൾ റെസിസ്റ്റൻസ് അവിടെ കൂടും, അതിന്റെ ഫലമായിട്ട് കറണ്ട് അവിടെ കുറയുകയാണ് ചെയ്യുന്നത്. Then next question നോക്കുക കേട്ടോ. 19th one. Noise affects not only physical health but also our mental and emotional health. നമുക്കറിയാം നോയിസ് എന്ന് വെച്ചാൽ എന്താണ്, ശബ്ദമലിനീകരണം ഇല്ലേ, ശബ്ദമലിനീകരണമാണ്. അപ്പോൾ അല്ലെങ്കിൽ ഒച്ച എന്ന് പറയും നമ്മുടെ ആരോഗ്യത്തെ മാത്രമല്ല മാനസികവും അതുപോലെ തന്നെ വൈകാരികവുമായ തലങ്ങളെയൊക്കെ ബാധിക്കുന്നുണ്ട്. അപ്പം ഹൗ ഡു നോയിസ് ഡിഫർ ഫ്രം മ്യൂസിക്, നോയിസ് മ്യൂസിക്കിൽ നിന്ന് എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു, എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. മ്യൂസിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്, റെഗുലർ ആയിട്ടുള്ള വൈബ്രേഷൻസ് ആണ്, പ്ലസന്റ് ആയിട്ടുള്ള ഒരു ഇതാണ് വരുന്നില്ലേ. സൗണ്ട് എന്ന് വെച്ചാൽ ഒരു റെഗുലർ ആയിട്ടുള്ള വൈബ്രേഷനും ആയിരിക്കും, പ്ലസന്റ് ആയിട്ടുള്ള നേച്ചർ ആയിരിക്കും. പക്ഷെ ഒച്ച എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് വരുന്നത്, നോയിസ് എങ്ങനെയാണ്, നോയിസ് ഇറഗുലർ ആയിട്ടുള്ള വൈബ്രേഷൻ ആയിരിക്കും, അൺപ്ലസന്റ് ആയിട്ടുള്ള നോയിസും ആയിരിക്കും. അപ്പൊ അതാണ് നോയിസും മ്യൂസിക്കും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. ഇനി റൈറ്റ് ഡൗൺ എനി 2 കോസസ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ. സൗണ്ട് പൊല്യൂഷന്റെ കോസസ് ഇല്ല, കാരണങ്ങൾ എഴുതാനാണ് പറയുന്നത്. പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ അല്ലെങ്കിൽ എന്ത് നമുക്ക് പറയാം, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വെഹിക്കിൾസിന്റെ എണ്ണം കൂടുന്നത്, കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് അല്ലേ. പിന്നെന്താണ്, പബ്ലിക്കിലൊക്കെ ഒരുപാട് എന്താണ് സൗണ്ട് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. അപ്പൊ അതനുസരിച്ചിട്ടൊക്കെ എങ്ങനെയാണ് സൗണ്ട് പൊല്യൂഷൻ അവിടെ ഉണ്ടാവുന്നുണ്ട് കേട്ടോ. ഇനി സജസ്റ്റ് എനി ഫോർ മീൻസ് ടു റെഡ്യൂസ് ദ എഫക്റ്റ് ഓഫ് സൗണ്ട് പൊല്യൂഷൻ. ശബ്ദമലിനീകരണം കുറയ്ക്കാൻ 4 മാർഗങ്ങൾ അല്ലേ. നമുക്കറിയാം വെഹിക്കിൾസിലൊന്നും ഹോണുകളൊന്നും അനാവശ്യമായിട്ട് ഉപയോഗിക്കാതിരിക്കുക, പല മാർഗങ്ങളല്ലേ. ബോക്സ് ടൈപ്പിലുള്ള എന്താണ് സ്പീക്കേഴ്സുകളൊക്കെ ഉപയോഗിക്കുക, മറ്റേ ഹോൺ ടൈപ്പിലുള്ളത് ഉപയോഗിക്കാതെ കൂടുതൽ ട്രീസ് ഒക്കെ വെച്ച് പിടിപ്പിക്കുക കേട്ടോ. അങ്ങനെയുള്ള മാർഗങ്ങളൊക്കെ നമുക്ക് ഉപയോഗിക്കാം. ആൻസർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. എന്താ നോക്കിയാൽ നോയിസും മ്യൂസിക്കും അങ്ങനെ ഡിഫറെന്റ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എ സൗണ്ട് ഹാസ് ആൻ റെഗുലർ വൈബ്രേഷൻ ആൻഡ് ഈസ് പ്ലസന്റ് ടു ഹിയർ മ്യൂസിക്. സൗണ്ട് ദാറ്റ് ഹാസ് ഇറഗുലർ വൈബ്രേഷൻ ആൻഡ് ഈസ് അൺപ്ലസന്റ് ഈസ് നോയിസ് കേട്ടോ. പിന്നെ എന്താണ് കോസസ് ചോദിച്ചിട്ടുണ്ട്. സൗണ്ട് പൊല്യൂഷൻ, ഇൻക്രീസ് ഇൻ നമ്പർ ഓഫ് വെഹിക്കിൾസ്, പബ്ലിക് അഡ്രസ് സിസ്റ്റം, അൺലോഫുൾ എയർ ഹോൺസ്, അൺസർവീസ്ഡ് വെഹിക്കിൾസ്, ഇതൊക്കെ എങ്ങനെയാണ് സൗണ്ട് പൊല്യൂഷന് കാരണമാവുക. റെഡ്യൂസ് ചെയ്യാനുള്ള മാർഗങ്ങൾ കേട്ടോ എന്തൊക്കെയാണ്, ഡോണ്ട് യൂസ് എയർ ഹോൺസ് ഇൻ വെഹിക്കിൾസ്, എൻഷുർ ദാറ്റ് സൈലൻസേഴ്സ് ഇൻ വെഹിക്കിൾസ് ആർ വർക്കിംഗ് എഫിഷ്യൻ്റ്ലി, യൂസ് ബോക്സ് ടൈപ്പ് ഇൻസ്റ്റോ ഹോൺ ടൈപ്പ് ലൗഡ് സ്പീക്കേഴ്സ്, പ്ലാൻ മോർ ട്രീസ് ടു റെഡ്യൂസ് നോയിസ് പൊല്യൂഷൻ. ഏതെങ്കിലും 2 മാർഗങ്ങളൊക്കെ എഴുതുക കേട്ടോ. ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് കേട്ടോ, അത് നിങ്ങൾ നോക്കി മനസ്സിലാക്കി എഴുതി വെച്ചാൽ മതിയേ. Next question, 20th one. A bulb of 6 ohm and another bulb of 12 ohm, a 9-volt battery, a switch and connecting wires are provided. എന്തൊക്കെയാണ്, ഒരു സ്വിച്ച് ഉണ്ട്, ഒരു 9 വോൾട്ടിന്റെ ബാറ്ററി തന്നിട്ടുണ്ട്, ഒരു 6 ഓമിന്റെയും 12 ഓമിന്റെയും ബൾബുകൾ തന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ കണക്റ്റിംഗ് വയേഴ്സും കൊടുത്തിട്ടുണ്ട്. ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം യൂസിങ് ഓൾ ദി അബോവ് കമ്പോണൻസ് ഇൻ സച്ച് എ വേ ദാറ്റ് the potential difference of 3 volt is obtained across 6 ohm bulb and 6 volt across 12 ohm bulb. ക്വസ്റ്റ്യൻ മനസ്സിലാക്കട്ടെ, ആലോചിച്ച് ചെയ്യേണ്ടതാണ് കേട്ടോ. ഇവ ഉപയോഗിച്ചിട്ട് ഒരു സർക്യൂട്ട് ഡയഗ്രാം വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് 6 വോൾട്ട് ബൾബിൽ അതായത് 6 ഓം ബൾബിൽ നോക്കേണ്ട കാര്യമാണ്. 6 ഓം ബൾബിൽ 3 വോൾട്ട് ആയിരിക്കും കണക്ട് ആവേണ്ടത്. അതുപോലെ 12 വോൾട്ട് അതുപോലെ തന്നെ 12 ഓം ബൾബിൽ 6 വോൾട്ട് ആയിരിക്കണം അവിടെ അക്രോസ് ആയിട്ട് വരേണ്ട. ആ രീതിയിൽ ഒരു സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
മനസ്സിലായല്ലോ. അപ്പം ടോട്ടൽ സപ്ലൈ എന്ന് വെച്ചാൽ എത്രയാണ്? 9 വോൾട്ട് ബാറ്ററിയാണ്. 9നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക, 3യും എത്രയാണ് 6ഉം ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിരിക്കുക. ആ 3 വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് എവിടെ വരണം? 6 ഓമിലേക്കും വരണം. 6 വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നതാണ് 12 ഓമിലേക്കും വരണം. അപ്പോൾ ഇവിടെ വോൾട്ടേജ് ഇവിടെ സ്പ്ലിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പം നിങ്ങൾ അത് ഐഡന്റിഫൈ ചെയ്യണം. വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ബൾബ്സ് ഏത് രീതിയിലായിരിക്കും കണക്ട് ചെയ്യേണ്ടത്, അതാണ് ഓർക്കേണ്ട കാര്യം കേട്ടോ. അവിടെ വോൾട്ടേജ് ആണ് സ്പ്ലിറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം ബൾബ് ഏത് രീതിയിൽ കണക്ട് ചെയ്യണം? സീരീസ് ആയിട്ടായിരിക്കണം അവിടെ കണക്ട് ചെയ്യണം. ആ ഒരു ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം കേട്ടോ. വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ അല്ലേ, വോൾട്ടേജ് ഡിഫറെൻ്റ് ആയിരിക്കുമ്പോൾ അത് ഏത് കണക്ഷനാണ്? സീരീസ് കോമ്പിനേഷനാണ് വരുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ അതനുസരിച്ച് വരയ്ക്കുക കേട്ടോ. നമുക്ക് എങ്ങനെ വരയ്ക്കാം? സർക്യൂട്ട് ഡയഗ്രം എന്താ, ഇവിടെ ഒരു ബൾബുണ്ട്, 2 ബൾബുണ്ട് അല്ലേ. അപ്പം ഇതിന് ക്രോസ് ആയിട്ട് എത്ര വരണം? ഇതിന് ക്രോസ് ആയിട്ട് വരേണ്ട പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് നമുക്ക് ഇത് വരയ്ക്കാൻ, പൊട്ടൻഷ്യൽ വരയ്ക്കേണ്ട കാര്യമില്ല കേട്ടോ. ഇവിടെ സർക്യൂട്ട് വരയ്ക്കാനുള്ള പറഞ്ഞിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു സ്വിച്ച് കൊടുക്കാം. പിന്നെ എന്താണ്? 9 വോൾട്ടിൻ്റെ ബാറ്ററിയും കൊടുക്കാം കേട്ടോ. ഇത് 9 വോൾട്ടിൻ്റെ ബാറ്ററിയാണ് ഇവിടെ വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം ഈ ബൾബ് എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? ഇവിടെ 6 ഓം ബൾബും ഇതെന്ന് പറഞ്ഞിരിക്കുന്നത് ഏത് വരാം? 12 ഓം ബൾബുമാണ്. അപ്പോൾ ഇതാ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്തല്ലോ. 6 ഓമിന് ക്രോസ് ആയിട്ട് ഇവിടെ 3 വോൾട്ട് വരും ഇല്ലേ. അതുപോലെ തന്നെ 12 ഓമിന് ക്രോസ് ആയിട്ട് അതാണ് 6 വോൾട്ട് വരും. സ്പ്ലിറ്റ് ചെയ്തിട്ട് കറണ്ട് സെയിം ആണ്, വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യും കേട്ടോ. അപ്പോൾ ഈ രീതിയിൽ വരയ്ക്കുക കേട്ടോ. ഇനി എന്താണ്? The current passing through the bulb of resistance 12 ohm is more than the current through the bulb of resistance 6 ohm. Do you agree with this statement? Justify. ഈ സർക്യൂട്ടിൽ 12 ഓം ബൾബിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 6 ഓം ബൾബിലൂടെയുള്ളതിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? അതായത് ഈ 12 ഓം ബൾബിൽ കൂടെയുള്ള കറണ്ട് 6 ഓം ബൾബിൽ കൂടെയുള്ള കറണ്ടിനേക്കാളും കൂടുതലാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരിയാണോ? യോജിക്കുന്നുണ്ടോ? ഇല്ല. അതിന് കാരണം എന്താണ്? ഇവിടെ സീരീസ് കോമ്പിനേഷൻ ആണ്. സീരീസ് കോമ്പിനേഷൻ എങ്ങനെയാണ്? കറണ്ട് വ്യത്യാസം വരുന്നുണ്ടോ? കറണ്ട് സെയിം ആണ്. രണ്ടിലും കൂടെ പോകുന്ന കറണ്ട് എങ്ങനെയാണ്? സെയിം ആണ്. അത് പ്രത്യേകം ഓർത്തോണം കേട്ടോ. കറണ്ട് ഇവിടെ സെയിം ആണ് സീരീസ് കോമ്പിനേഷനിൽ. ക്ലിയർ ആവുന്നുണ്ടോ പറഞ്ഞത്? അതുകൊണ്ട് രണ്ടിൽ കൂടെയുള്ള കറണ്ട് അവിടെ സെയിം ആണ് കേട്ടോ. മനസ്സിലായോ? അപ്പൊ നമുക്ക് എന്ത് പറയാം? നോ എന്ന് പറയാമില്ല. ഇൻ സീരീസ് കണക്ഷൻ ദി പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ഈച്ച് ബൾബ് വേരീസ് ഡ്യൂ ടു ഡിഫറെന്റ് റെസിസ്റ്റൻസ് ബട്ട് ദ കറന്റ് ഫ്ലോയിങ് അക്രോസ് ദ ബൾബ് ഈസ് സെയിം. കറണ്ട് എങ്ങനെയായിരിക്കും? സെയിം ആയിരിക്കും. ഓക്കെ. ഇനി അതിന്റെ സി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതാ നോക്കിയേ. എ സ്റ്റുഡന്റ് റീഅറേഞ്ച് ദ ബൾബ് കേട്ടോ. എ സ്റ്റുഡന്റ് റീഅറേഞ്ച് ദ ബൾബ് ഇൻ ദ എബോവ് സർക്യൂട്ട് ടു ഒബ്റ്റെയിൻ ദ മിനിമം effective resistance. Calculate the effective resistance in this new circuit. ഇത് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പം ഒരു കുട്ടി എന്താണ് ഈ ബൾബിനൊക്കെ റീഅറേഞ്ച് ചെയ്തിട്ട് മിനിമം റെസിസ്റ്റൻസ് വരും. മിനിമം റെസിസ്റ്റൻസ് പറഞ്ഞെങ്കിൽ എങ്ങനെയായിരിക്കണം കണക്ട് ചെയ്യേണ്ടത്? പാരലായിട്ട് കണക്ട് ചെയ്യണം അല്ലേ. നമുക്കറിയാം മിനിമം റെസിസ്റ്റൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ സർക്യൂട്ട് എങ്ങനെയാണ്? പാരലായിട്ട് കണക്ട് ചെയ്യണം. അപ്പോൾ പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ആ രീതിയിൽ ആൻസർ എഴുതണം കേട്ടോ. ടു ഗെറ്റ് മിനിമം റെസിസ്റ്റൻസ് കേട്ടോ. ടു ഗെറ്റ് മിനിമം റെസിസ്റ്റൻസ് അല്ലേ. ടു ഗെറ്റ് മിനിമം റെസിസ്റ്റൻസ് എങ്ങനെയാണ്? ദ സർക്യൂട്ട് ഈസ് പാരലൽ. ഇങ്ങനെ ആയിരിക്കണം. സർക്യൂട്ട് കേട്ടോ. അവിടെ എഴുതും കേട്ടോ. അത് സർക്യൂട്ട് ഈസ് എങ്ങനെയായിരിക്കണം? പാരലൽ ആയിരിക്കണം കേട്ടോ. പാരലൽ എന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. സർക്യൂട്ട് പാരലൽ കോമ്പിനേഷനിലായിരിക്കണം. നിങ്ങൾ വേർഡിൽ തന്നെ എഴുതിയിട്ടുണ്ട് സർക്യൂട്ട് ഈസ് പാരലൽ. അപ്പോൾ പാരലൽ കോമ്പിനേഷൻ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ അല്ലേ. 1/RP ഈസ് ഈക്വൽ ടു 1/R1 പ്ലസ് 1/R2 ഇല്ല. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ ഇക്വേഷൻ ഉപയോഗിക്കാം. RP ഈസ് ഈക്വൽ ടു എന്നാണ്? R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2. ഇത് അപ്ലൈ ചെയ്താലും മതി ഇല്ലേ. അപ്പം R1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6 ആണ്. R2 എന്ന് വെച്ചാൽ എത്രയാണ്? 12 ആണ്. ഡിവൈഡ് ഇൻറ്റു കേട്ടോ 6 × 12 കേട്ടോ. 6 × 12 ഡിവൈഡ് ബൈ 6 പ്ലസ് 12 എന്ന് വരും. 72 വരും. 72 ഡിവൈഡ് ബൈ 18 വരും കേട്ടോ. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? 4 ഓം എന്ന് വരും. 4 ഓം. മനസ്സിലായല്ലോ എങ്ങനെയാണ് കിട്ടിയെന്നുള്ളത്. അപ്പം ഈ രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിക്കേണ്ട, ഈ ഒരു ക്വസ്റ്റ്യൻ ഒന്ന് ആലോചിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ വോൾട്ടേജ് സ്പ്ലിറ്റ് ചെയ്യുന്ന സീരീസ് കണക്ഷൻ ആണെന്നുള്ള ഐഡിയ നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അതറിഞ്ഞാൽ മാത്രമേ ഉള്ളൂ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. അപ്പോൾ ഓക്കെ ആണല്ലോ. അപ്പോൾ ഇത് ലാസ്റ്റ് ഇയറിലെ പബ്ലിക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. നിങ്ങൾ ചെയ്ത് പഠിക്കട്ടെ. ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം, അല്ലെങ്കിൽ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം കേട്ടോ. കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ചോദിക്കാം കേട്ടോ. അപ്പം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ഏത് തരത്തിൽ വന്നാലും എഴുതാൻ വേണ്ടി പ്രാക്ടീസ് ചെയ്യുക കേട്ടോ. ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസേഴ്സൊക്കെ തന്നെ എഴുതുക. ക്വസ്റ്റ്യൻ എഴുതിയെടുത്തിട്ട് തന്നെ കേട്ടോ തന്നെ ചെയ്ത് നോക്കുക. അപ്പോൾ അതൊരു പ്രാക്ടീസ് ആവും, പഠിക്കാനും സാധിക്കും. ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം ആൻസർ ചെക്ക് ചെയ്യുക കേട്ടോ. നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും നല്ലോണം പഠിക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ.
എന്തുമാത്രം ഷെയർ ചെയ്യുന്നോ അത്രയും കുട്ടികൾക്ക്, അറിയില്ലാത്ത കുട്ടികളുണ്ടായിരിക്കാം, അവർക്കും കൂടെ ഉപകാരമാകട്ടോ കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെയുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, താങ്ക്